ഇന്ത്യ പാക് വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ. അമേരിക്ക ഇടപെടാൻ തയ്യാറായിരുന്നു, എന്നാൽ മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥതയിൽ ചർച്ച വേണ്ട എന്ന് ഇന്ത്യ പറയുകയായിരുന്നുവെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തന്നോട് പറഞ്ഞതായും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. ജിഷ്ണു രവീന്ദ്രൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. ജിഷ്ണു, പലതവണ ട്രംപ് ഇക്കാര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ഇത്തരത്തിൽ ഈ ആക്രമണം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് തന്റെ ഇടപെടൽ മൂലമാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിലിപ്പോൾ അങ്ങനെയല്ല എന്ന് ഇന്ത്യ പലതവണ അത് തള്ളിയതാണ്. ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുകൂടി ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പാകിസ്ഥാനിലെ മന്ത്രി പറഞ്ഞിരിക്കുന്നത്? എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും പ്രവിത, ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് വലിയ തർക്കമുണ്ടായ വിഷയമാണിത്. വെടിനിർത്തൽ ആദ്യം പ്രഖ്യാപിക്കുന്നത് ട്രംപാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ എന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ബഹളങ്ങൾ പാർലമെന്റിലേക്ക് വരെ നീളുന്നത് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു: ട്രംപാണ് മധ്യസ്ഥത വഹിച്ചത് എന്ന ഒരു അവകാശവാദം ഒരു സൈഡിലുണ്ട്. അതിനെ തള്ളിപ്പറയാൻ, ട്രംപിന്റെ പേരെടുത്ത് തള്ളിപ്പറയാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറാണോ എന്ന ചോദ്യമായിരുന്നു രാഹുൽ ഗാന്ധി ഉയർത്തിയത്. എന്നാൽ ഇപ്പോൾ അതിനൊരു വ്യക്തത വരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ പറഞ്ഞിരിക്കുന്നത്, താൻ ജൂലൈ 25-ന് മാർക്കോ റൂബിയോയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മാർക്കോ റൂബിയോ തന്നോട് പറഞ്ഞു, മെയ് മാസം തന്നെ ഈ വെടിനിർത്തൽ ആവശ്യം ഇന്ത്യയുമായി അവർ സംസാരിച്ചിരുന്നു, ചർച്ച ചെയ്തിരുന്നു. എന്നാൽ ഇന്ത്യ ഈ വിഷയത്തിൽ ഒരു ബൈലാറ്ററൽ ചർച്ചകൾ മാത്രം, ദ്വിരാഷ്ട്ര ചർച്ചകൾ മാത്രമേ ആവശ്യമുള്ളൂ. ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ആ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കും. മൂന്നാമതൊരു കക്ഷി ഇതിനകത്ത് മധ്യസ്ഥത വഹിക്കേണ്ടതില്ല എന്ന് അറിയിച്ചു എന്ന് മാർക്കോ റൂബിയോ തന്നോട് പറഞ്ഞതായാണ് ഇഷാഖ് ദർ പറയുന്നത്. നമുക്കറിയാം, ഏപ്രിൽ 22-ാം തീയതിയാണ് പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടാകുന്നത്. 26 പേരാണ് മരിക്കുന്നത്. അതിനുശേഷം മെയ് 7-ാം തീയതി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തിരിച്ചടിക്കുകയായിരുന്നു. ശേഷം 4 ദിവസം നീണ്ട സംഘർഷങ്ങൾക്കൊടുവിൽ മെയ് 10-ാം തീയതിയാണ് വെടിനിർത്തൽ വരുന്നത്. സംഘർഷങ്ങളെല്ലാം അവസാനിക്കുന്നത്, ഒരു പരിസമാപ്തിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഇതിനിടെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായിരുന്നു ഇത്. അമേരിക്ക വിലപേശൽ നടത്തി, അല്ലെങ്കിൽ ഇടപെടൽ നടത്തി ഒരു വെടിനിർത്തലിലേക്ക് ഇന്ത്യയെ സമ്മർദ്ദം ചെലുത്തി എത്തിക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു, വിമർശനങ്ങളുണ്ടായിരുന്നു. അതിനെല്ലാം പൂർണ്ണമായും ഒരു മറുപടി ലഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല. എന്നാൽ ഒടുവിൽ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി തന്നെ ഇപ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്ത്യയുടെ വെടിനിർത്തൽ തീരുമാനം എന്ന് പറയുന്നത് DGMO തലത്തിലുള്ള രണ്ട് രാജ്യങ്ങളുടെയും സൈനിക തലവന്മാർ, സംയുക്ത സൈനിക തലവന്മാർ തമ്മിൽ നടത്തിയ ചർച്ചകളുടെ ഭാഗമായി ഉണ്ടായി വന്ന ഒരു തീരുമാനമാണ്, ഒരു സമവായമാണ് എന്ന് ഇപ്പോൾ പാകിസ്ഥാൻ ഉറപ്പ് നൽകിയിരിക്കുന്നു. അതിനൊരു വ്യക്തത വരുത്തിയിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് മറ്റൊരു കക്ഷിയും ഇതിനകത്ത് ഇടപെട്ടിരുന്നില്ല. എന്നാൽ പ്രധാനമായും അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയ മാർക്കോ റൂബിയോയും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് JD വാൻസും ഇന്ത്യയുമായും പാകിസ്ഥാനുമായും ഈ സംഘർഷ സമയങ്ങളിൽ തുടർച്ചയായി ചർച്ചകൾ നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ചർച്ചകൾ നടന്നിരുന്നെങ്കിൽ കൂടി ഈ വെടിനിർത്തൽ എന്ന തീരുമാനം ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ സംയുക്ത സൈനിക മേധാവികൾ തമ്മിൽ നടന്ന ചർച്ചയുടെ ഭാഗമായി മാത്രമുണ്ടായതാണ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് പ്രവിത. ശരി, ജിഷ്ണു രവീന്ദ്രനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ഇന്ത്യ പാക് വെടിനിർത്തലിന്റെ മധ്യസ്ഥത വഹിച്ചുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി തള്ളിയിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.